ആഴമായ മൗനം കൊണ്ട് വേദപുസ്തക ചരിത്രത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ജീവിതം പുതിയ നിയമത്തിലെ ജോസഫിൻ്റേതാണ്. ജോസഫിൻ്റെ ചിന്തകളും പ്രവൃത്തികളുമല്ലാതെ ഒരു വർത്തമാനം പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് കൗതുകമായി തോന്നുന്നില്ലേ? ഉത്തമ പുരുഷൻ്റെ ലക്ഷണമായി വിവരിക്കപ്പെടുന്നത് ഐശ്വര്യം, വീര്യം, ജ്ഞാനം, യശസ്, ശ്രീ, വൈരാഗ്യം എന്നിവയൊക്കെയാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ വിരക്തി. ജോസഫ് ഉത്തമ പുരുഷനാണ്. പക്ഷെ ഉത്തമ പുരുഷൻ്റെ ലക്ഷണത്തിൽ സൗന്ദര്യമോ ധനമോ വരുന്നില്ല എന്നുള്ളതാണ്. സാക്ഷാൽ ഉത്തമ പുരുഷനായി സകലമാന കുടുംബങ്ങൾക്കും ജോസഫ് ഒരു മാതൃകയാണ്. മിസ്റ്റർ റൈറ്റ് ആൻഡ് മിസസ് റൈറ്റ് came together. The marital status is absolutely wrong. ഇന്ന് സംഭവിക്കുന്നത് അതാണ്. ഒരു വീട്ടിൽ പണ്ട് ഒരു ശരിയായിരുന്നു. അപ്പൻ്റെ ശരിയാകാം അത്. അതിനോട് ബാക്കിയുള്ളവരൊക്കെ ചേരുകയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അപ്പൻ്റെ ശരിയോട് ചേർത്ത് വയ്ക്കുന്ന ഒരു ഹാർമണി. ഇന്നിപ്പോൾ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 8 ശരികളാണ്. ഈ ശരികൾ തമ്മിലുള്ള ക്ലാഷാണ്, ശരികൾ തമ്മിൽ കൂട്ടുമുട്ടുന്നതിൻ്റെ ആഘാതമാണ് കുടുംബങ്ങളുടെ ഛിദ്രതയ്ക്ക് കാരണമാകുന്നത്. യൂറോപ്യൻ നാടകകൃത്തായ ഇബ്സൻ 19-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ വല്ലാതെ കോൾമയർ കൊള്ളിച്ച നാടകകൃത്താണ്. ഇബ്സൻ്റെ ധാരാളം നാടകങ്ങളുണ്ട്. ഇബ്സൻ്റെ ഒരു നാടകത്തിൽ നോറ എന്നൊരു കഥാപാത്രമുണ്ട്. ഭർത്താവിൻ്റെ സകല പീഡനങ്ങളും സഹിച്ച് മടുത്തിട്ട്, അതും 19-ാം നൂറ്റാണ്ടിൻ്റെ സാംസ്കാരിക പശ്ചാത്തലത്തിലാണെന്ന് ഓർക്കണം. വീടിൻ്റെ താക്കോലും വിവാഹമോതിരവും ഭർത്താവിനെ ഏൽപ്പിച്ചിട്ട് വീടിൻ്റെ വാതിൽ വലിച്ചടച്ച് ഇറങ്ങിപ്പോകുന്നൊരു നോറയുടെ ചിത്രമുണ്ട്. അത് യൂറോപ്യൻ നാടകവേദി സമൂഹം വല്ലാതെയാണ് കേട്ടത്. നിരൂപകരെഴുതിയത് നോറ വലിച്ചടച്ച വാതിലിൻ്റെ ശബ്ദം യൂറോപ്പിനെ ആകെ കിടിലം കൊള്ളിച്ചു എന്നാണ്. അവൾ വാതിൽ അടച്ചില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്നായിരുന്നു ഇബ്സൻ ചോദിക്കാതെ ചോദിച്ചത്. പരസ്പരം മനസ്സിലാകാതെ പോകുന്ന ദാമ്പത്യങ്ങൾ ഇന്നിൻ്റെ നേർക്കാഴ്ചയാണ്. 4 പദങ്ങളെങ്കിലും കുടുംബജീവിതത്തിൽ നാം ഓർക്കേണ്ടതല്ലേ? 1 കമ്മ്യൂണിയൻ, 2 കമ്മ്യൂണിക്കേഷൻ, 3 കോമ്പിനേഷൻ, 4 കോംപ്രമൈസ്. കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്, കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ കപ്പിൾസ്, കോമ്പിനേഷൻ. 2 പേരുടെ ഇഷ്ടങ്ങൾ പലതായിരിക്കാം, വൈരുദ്ധ്യങ്ങൾ പലതായിരിക്കാം. 2 വിരുദ്ധ ദിശകളിൽ പായാൻ ആഞ്ഞു നിൽക്കുന്ന 2 കുതിരകളെ ചേർത്ത് പൂട്ടിയ രഥമാണ് വിവാഹജീവിതം എന്ന് പറയാറുണ്ട്. കോംപ്രമൈസ്, ശാഠ്യങ്ങളും നിർബന്ധ ബുദ്ധികളുമൊക്കെ വല്ലാതെ ഒന്ന് അണച്ചു കളയുന്ന ഒരു ലീവിങ് ഹാർമണി. ഈ 4 പദങ്ങൾ കമ്മ്യൂണിയൻ, കമ്മ്യൂണിക്കേഷൻ, കോമ്പിനേഷൻ ആൻഡ് കോംപ്രമൈസ്, ഈ 4 തൂണുകൾ ചേരുമ്പോൾ എത്ര ഭംഗിയായി ഇടിഞ്ഞു വീഴാത്തൊരു കൊട്ടാരം പോലെ നമ്മുടെ കുടുംബങ്ങൾ നിലനിൽക്കും. ഞാൻ ശരി, ഐ ആം ഓക്കെ എന്ന് ഓരോ ദമ്പതികളും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ജോസഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നസറേത്തിലെ വീടിന് നല്ലൊരു പേര് കൊടുക്കാൻ തോന്നുന്നു. മുറിവുകളിൽ മധുരം കണ്ടെത്തിയ വീടാണ്. മരയാശാരിയുടെ ഓണംകാറാമൂലയിലുള്ള വീട്. ജോസഫ് നമുക്ക് മുൻപിൽ ഒരു പൂമരം കണക്കെ ഉയർന്നു നിൽക്കുകയാണ്. എല്ലാ ഭർത്താക്കന്മാർക്കും മാതൃകയായ പൂമരം.